കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മീക യാത്ര എന്ന ടൈറ്റിലുള്ള തുടർമാനമായിട്ടുള്ള ദൈവവചന പഠനത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് വന്ദനം രേഖപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് അവസാനിപ്പിച്ചത് യെരിഹോ നാം യുദ്ധം ചെയ്യുന്ന സ്ഥലമല്ല, മറിച്ച് നമുക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ്. യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി നമ്മളല്ല തീരുമാനിക്കുന്നത്, സൈന്യത്തിൻ്റെ നായകനാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ കർത്താവാണെന്ന് നാം ചിന്തിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ തുടർമാനമായിട്ട് യെരിഹോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിനുള്ള സ്ട്രാറ്റജി കർത്താവ് പഠിപ്പിക്കുന്നൊരു സ്ഥലമാണെന്ന് നാം തിരിച്ചറിയണം. കാരണം വഴിയറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചയമില്ലാതിരിക്കുന്ന എനിക്കും നിനക്കും മുൻപിൽ നിൻ്റെ സഹായത്തിനായി മേഘാരൂഢനായി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം കാണുന്നു, യെശുരൂൻ്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. അവൻ നിൻ്റെ സഹായത്തിനായി മേഘാരൂഢനായി എഴുന്നള്ളി വരുന്നു. നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വരുന്നത് യോശുവയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം, യെരിഹോവിലേക്ക് മേഘാരൂഢനായിട്ട് വന്ന സൈന്യനായകൻ യേശു കർത്താവായിരുന്നു. അവനാണ് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി അവന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത്. ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് യെരിഹോ മതിൽ ഇടിച്ചുകൊണ്ട് യെരിഹോയെ കീഴടക്കി വാഗ്ദത്ത കനാൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കുവാൻ യോശുവയ്ക്കിടയായി തീർന്നത്. അല്ലാതെ യോശുവയുടെ മിടുക്ക് കൊണ്ടല്ല എന്ന് നാം തിരിച്ചറിഞ്ഞു. ഇവിടെ യോശുവ 5:13 സൈന്യനായകനായിരിക്കുന്ന യേശു വന്നിട്ട് സ്ട്രാറ്റജി പറഞ്ഞെടുക്കുമ്പോൾ യോശുവോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്നത്, നാം ഒരു ആത്മീക യുദ്ധത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒത്തിരി യുദ്ധങ്ങളുണ്ട്, അതിൻ്റെ നടുവിലായിരിക്കുമ്പോൾ നാം ഭഗ്നാശരായി പോകുമ്പോൾ കർത്താവ് നമ്മോട് ഇന്നും പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞാൽ ഏത് ഉയർന്ന മതിലും നിൻ്റെ മുമ്പിൽ നിലനിൽക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മതിലുകൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മതിലുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർട്ടൻ ഒബ്സ്റ്റക്കിൾസ്, അല്ലെങ്കിൽ ചില ബാരിയേഴ്സ്, അല്ലെങ്കിൽ ചില ചാലഞ്ചസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ യെരിഹോ മതിൽ പോലെയുള്ള ഒരു മതിൽ ലിറ്ററലായി കാണത്തില്ല, പക്ഷേ നമ്മുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ തലമുറയുടെ ഒരു വിഷയമായിരിക്കാം. ഏതെങ്കിലും ഒരു ഭാരപ്പെടുന്ന വിഷയം നമ്മുടെ മുമ്പിൽ മതിൽ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, ഇവിടെ നമുക്കൊരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ നാം ഒറ്റയ്ക്കല്ല, നമുക്ക് സ്ട്രാറ്റജി പറഞ്ഞ് നമ്മളെ രക്ഷിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്. 31-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആ വേദഭാഗം ഞാൻ പലപ്പോഴും ധ്യാനിച്ച് ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു. അപ്പം നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ പ്രയാണയാത്രയിൽ നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, അവർക്ക് ഒത്തിരി യുദ്ധങ്ങളുണ്ടായി. ആ യുദ്ധങ്ങളുടെ നടുവിൽ അവർ ദാഹിച്ചപ്പോഴും അവർ വിശന്നപ്പോഴുമൊക്കെ ദൈവം അവർക്കതിനുള്ള സൊല്യൂഷൻ അതാത് സ്ഥലങ്ങളിൽ കണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ, അവർ മാറായിലെത്തിയപ്പോൾ അവർക്ക് നന്നാ ദാഹിച്ചിരുന്നു. അവർക്ക് അല്പം വെള്ളം കിട്ടിയത് അത് കയ്പുള്ള വെള്ളമായിരുന്നു. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കയ്പെന്നാണല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതാ കയ്പ് വെള്ളമുള്ള തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ വൃക്ഷം ഇന്നലെ കൊണ്ടുവന്ന് കർത്താവ് പ്ലാൻ ചെയ്തതല്ല. ഈ തടാകം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കർത്താവ് ആ വൃക്ഷം അവിടെ നട്ടിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോണം, നിൻ്റെ പ്രതിസന്ധിക്ക് മുൻപ് ദൈവം അതിൻ്റെ പരിഹാരം നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിനക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നും തൻ്റെ മക്കൾ ഈ പ്രതിസന്ധിയുടെ കടന്നു പോകേണ്ടി വരുമെന്നും അവനറിയാം. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിന് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
മോശെ ആ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി ആ വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു. എന്തൊരു അത്ഭുതമാണ് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറി ഏത് പ്രതിസന്ധി വന്നാലും എനിക്കും നിങ്ങൾക്കും വെട്ടിയിടാനൊരു വൃക്ഷക്കൊമ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, കാൽവരി ക്രൂശിൽ ആ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഉയർത്തി നിർത്തിയ ഒരു വൃക്ഷക്കൊമ്പുണ്ട്. ആ മരക്കൊമ്പിലാണ് കർത്താവായ യേശുക്രിസ്തു തൂങ്ങിക്കിടന്നത്. അവൻ നമ്മുടെ വേദനകളെ സഹിച്ച്, നമ്മുടെ രോഗങ്ങളെ വഹിച്ച്, നമ്മുടെ മുഴുവൻ ക്ഷയം അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് അവനത് സഹിച്ചെങ്കിൽ കർത്താവ് വാക്കും ഭാഷണവും കൂടാതെ പറയുന്നൊരു കാര്യമുണ്ട്: മകനെ, മകളെ, നീ ഇനി കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ല, നീ രോഗത്തിൽ കൂടെ കടന്നു പോകേണ്ട കാര്യമില്ല, നീ ക്ഷയമിൽ കൂടെ കടന്നു പോകേണ്ട കാര്യമില്ല. നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഏത് ശത്രുവിനെയും ആയുധവർഗം താഴെ വയ്പ്പിക്കാനാണ് ഞാൻ ഈ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അതെ, കാൽവരി നമ്മുടെ ജയത്തിൻ്റെ കൊടിയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തനം 31:20, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും, നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. നോക്കൂ, മനുഷ്യരുടെ കൂട്ടുകെട്ട്, നാവുകളുടെ വക്കാണം, നമ്മളെക്കുറിച്ച് അപവാദം പറയുന്ന, നമ്മളെക്കുറിച്ച് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ദൈവപൈതലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മോശമായ അഭിപ്രായങ്ങൾ ലോകത്തിൽ പരക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ അധികം ദ്രോഹം ദൈവമക്കൾക്കെതിരെയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിന്നെ ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. കൂടാരം എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് പവലിയൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിനക്കൊരു VIP ട്രീറ്റ്മെൻറ്റോടു കൂടിയാണ് കർത്താവ് നിന്നെ മറയ്ക്കുന്നത്. അവൻ നമ്മുടെ മറവിടമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, നമുക്ക് മുമ്പിൽ വരുന്ന ഏത് വലിയ മതിലുകളും, ഏത് വൻമതിലും ചാടിക്കടക്കുവാൻ നമ്മളെ കർത്താവ് സഹായിക്കും. സങ്കീർത്തനക്കാരൻ ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ മറ്റൊരു വാക്യം പറയുന്നു: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമ്മുടെ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഏത് മതിലും ചാടിക്കടക്കുവാൻ അവൻ നമുക്ക് കൃപ നൽകും. ഒരു വാക്യം കൂടെ വായിച്ച് ഈ എപ്പിസോഡിൻ്റെ പരിസമാപ്തിയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെഖരിയാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സെഖരിയാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ പ്രസിദ്ധമായിരിക്കുന്ന, നാം എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം. സെഖരിയാവിൻ്റെ കർത്താവ് ഉത്തരം പറഞ്ഞത്: സെരുബാബേലിലൂടെ യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ എത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന് പറഞ്ഞ് ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. നോക്കൂ, ദൈവത്തിൻ്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷനായിട്ട്, ദൈവത്തിന് സ്തോത്രം, ആ ദൂതൻ വന്ന് പറയുക, ദൈവത്തിന് സ്തോത്രം, നിന്നോടൊരു അരുളപ്പാടുണ്ട് സെരുബാബേലെ. എന്താണ് അരുളപ്പാട്? സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, ദൈവാലയത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാൻ പല വിധത്തിൽ ഒത്തിരി ശത്രുക്കൾ അവർക്കെതിരായി പ്രതിബന്ധങ്ങൾ ഉയർത്തിയപ്പോൾ, ദൈവത്തിന് ആ പ്രതിബന്ധങ്ങളെ മുഴുവൻ തകർക്കുവാൻ അവർക്ക് കഴിയാതെ വന്നപ്പോൾ, രാജാവിൻ്റെ കൽപ്പന കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ തീരുമാനിച്ചപ്പോഴൊക്കെ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച നിമിഷം ദൈവം തൻ്റെ ദൂതനെ അയച്ച് പറഞ്ഞ അരുളപ്പാടാണ്: സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നിൻ്റെ മുമ്പിലുള്ള തടസ്സവാദത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ കൽപ്പിക്കുകയാ. നിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം പോലത്തെ വിഷയം, അത് എത്ര വലിയ വിഷയമായാലും, അത് രോഗമാകട്ടെ, അത് തലമുറയുടെ വിഷയമാകട്ടെ, അത് സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, അതൊരു പക്ഷേ ജോലിയാകട്ടെ, വിസയാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തിന് സ്തോത്രം, നിന്നെ മുമ്പിൽ നിൽക്കുന്ന ഏത് പർവ്വതം പോലത്തെ വിഷയത്തെയും പരിശുദ്ധാത്മാവിടെ അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഞാനത് സമഭൂമിയാക്കും. അതിന് കൃപ എന്ന് പറഞ്ഞ് ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റും. ദൈവത്തിന് സ്തോത്രം. സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. ദൈവത്തിൻ്റെ ദൂതൻ പറയുക, എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും.
ദൈവം എന്നെ സൈന്യങ്ങളുടെ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. നിന്റെ മുമ്പിലുള്ള യുദ്ധത്തെ നിർത്തൽ ചെയ്യുവാൻ എന്നെ അയച്ചിരിക്കുന്നു. നിന്റെ മുമ്പിലുള്ള പ്രതിബന്ധത്തെ ഉടയ്ക്കുവാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും എന്നാണ് ആ ദൂത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള വിഷയം പോലെ നമ്മുടെ മുമ്പിലുള്ള ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെല്ലുമെന്ന് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞതുപോലെ, നിൻ്റെ മുമ്പിലുള്ള ഏത് പ്രതിസന്ധിയും, അതൊരുപക്ഷെ കൺസ്ട്രക്ഷനാകാം, ഒരുപക്ഷെ വീടിൻ്റെ പണിയാകാം, ഒരുപക്ഷെ ആലയത്തിൻ്റെ പണിയാകാം, ഒരുപക്ഷെ നിൻ്റെ വീടിൻ്റെ മതിൽ പണിയാകാം, ഏത് വിഷയത്തിനകത്താണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിൽ നമുക്ക് മുമ്പിൽ വാതിലുകൾ അടയുകയില്ല. യെശയ്യാവ് 45:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. കോരേശ് എൻ്റെ ഇടയനാകുന്ന അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും, ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുക, ദൈവത്തിന് സ്തോത്രം, അവന് മുമ്പിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ നിൻ്റെ മുമ്പിൽ വാതിലുകൾ അടയാതിരിപ്പാൻ, നിൻ്റെ മുമ്പിൽ ഒരു മല പോലെ വന്ന് പ്രശ്നങ്ങൾ നിനക്ക് അടയാതിരിപ്പാൻ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ഒരു ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മുമ്പിൽ ഒന്നും അടഞ്ഞിരിക്കത്തില്ല. നിനക്ക് സകലതും തുറന്നിരിക്കുവാൻ കർത്താവ് ഇന്ന് പകൽ നിൻ്റെ മുമ്പിൽ യുദ്ധസന്നദ്ധനായി, ആ യുദ്ധത്തിൻ്റെ വീരനായി ഇന്ന് പകൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. വിശ്വസിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.